ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഇന്ന് ലോക സന്തോഷ ദിനമാണ്, മാർച്ച് 20. വൈകിയ വേളയിലെങ്കിലുമാണ് ഓർത്തതെങ്കിലും ഇതാ അങ്ങനെ വെറുതെ വിട്ട് കളഞ്ഞിട്ട് കാര്യമില്ല. എത്രയോ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ദൈവമായ കർത്താവ് ഇതാ പരിശുദ്ധാത്മാവിലൂടെ മനസ്സിൽ പ്രചോദിപ്പിച്ച 3 വചനങ്ങൾ. 1 തെസ്സലോനി 5:16. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, നിരന്തരം പ്രാർത്ഥിക്കുവിൻ. എപ്പോഴും എങ്ങനെ ഇരിക്കണം? സന്തോഷത്തോടെ ഇരിക്കണം. അപ്പം സന്തോഷത്തോടെ ഇരിക്കുന്നവരും സന്തോഷത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരും 1 തെസ്സലോനി 5:16 വചനം. അടുത്ത വചനമാണ് ജെറമിയ 15:16. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദ അമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. വേറെ എന്തെല്ലാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹൃദയത്തിന് സന്തോഷമില്ലെങ്കിൽ പോയി കഥ. പിന്നെ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ദിനംപ്രതി നമ്മൾ പെരുകി വരുന്ന ആത്മഹത്യയും മറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിന് എന്ത് വേണം? സന്തോഷം വേണം. ഹൃദയത്തിന് സന്തോഷം വേണമെങ്കിൽ എന്ത് വേണം? അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തണം. വേറെ എന്തുകൊണ്ടും നിറച്ചിട്ട് ഒരു കാര്യമില്ല. മറ്റുള്ളതെല്ലാം കടന്നു പോകും, അതെല്ലാം താൽക്കാലികമാണ്. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. ഈ വചനങ്ങൾ ഇപ്പോൾ 1 തെസ്സലോനി 5:16, ജെറമിയ 15:16, മൂന്നാമത്തെ വചനം ഫിലിപ്പിയർ 4:4. ഈ 3 വചനങ്ങൾ ഒരു മാസക്കാലം പലതവണ ആവർത്തിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൽ മുൻപത്തേതിനേക്കാൾ സന്തോഷവും സമാധാനവും വന്ന് നിറയും. ആളുകൾ തന്നെ ചോദിക്കാൻ തുടങ്ങി, ഇപ്പോൾ എന്താ നല്ല സന്തോഷത്തോടെ നടക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി, എന്ത് കിട്ടി എന്നൊക്കെ ചോദിക്കും. വീണ്ടും ഫിലിപ്പിയർ 4:4 വചനം ഒന്ന് പറയാം. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഈ വചനം നമ്മുടേതായിട്ടൊന്ന് വെച്ച് ഏറ്റെടുത്ത് നിങ്ങൾ എന്നുള്ളത് നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ, ഞാൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു സന്തോഷവും ഇല്ല, ഒരു സമാധാനം ഇല്ല എന്ന് പറയുന്ന സ്ഥാനത്ത് അത്ഭുതകരമായിട്ട് ദൈവത്തിൻ്റെ സന്തോഷം നിങ്ങളിൽ നിറയും, നിറകുടം തുളുമ്പും. അത് നിറഞ്ഞു കവിഞ്ഞ് കുടുംബത്തിലും സഭയിലും ശുശ്രൂഷയിലും സമൂഹത്തിലെല്ലാം വ്യാപരിക്കും. പലരും ചോദിക്കും, എങ്ങനെ ഇത്ര സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്നത്? നിങ്ങളുടെ ജീവിതം കണ്ടിട്ട്, സഹനങ്ങൾ കണ്ടിട്ട് ചോദിക്കുകയാണ്, എങ്ങനെ പിടിച്ച് ക്കാൻ സാധിക്കുന്നു? എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ദൈവവചനം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പണ്ടേ നമ്മുടെ കഥ പോയേനെ. ദൈവത്തിൻ്റെ വചനം കിട്ടിയില്ലായിരുന്നെങ്കിൽ, വചനത്തിൽ അർത്ഥം കണ്ടെത്താൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ, ഇതാ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ എത്രയോ അധികം പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, സഹനങ്ങളിലൂടെ എൻ്റെ ജീവിത അനുഭവങ്ങൾ, കഥകൾ നേരിട്ടറിയാവുന്നവർ അത്രയും അപകടങ്ങൾ, രോഗങ്ങൾ, അനർത്ഥങ്ങൾ, വെല്ലുവിളികൾ, മനക്ലേശങ്ങൾ, അവമാനഭാരങ്ങൾ, ഇതെല്ലാം എല്ലാ വചനങ്ങൾ കടന്നു വന്നപ്പോഴെല്ലാം ഈ വചനങ്ങളാണ് എനിക്ക് താങ്ങായത്. അതുകൊണ്ട് മറന്നു പോകരുത്. ജെറമിയ 15:16, 1 തെസ്സലോനി 5:16, ഫിലിപ്പിയർ 4:4. ഈ 3 വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് ഈ വചനത്താൽ എന്നെ നിറക്കണമേ. ദൈവം നൽകുന്ന സന്തോഷം ലോകം നൽകുന്ന പോലെയുള്ള സന്തോഷമല്ല, ദൈവം നൽകുന്ന സന്തോഷം എന്നിൽ നിലനിൽക്കണമേ. ഈ സന്തോഷത്താൽ എന്നെ നിറക്കണമേ. ഈ സന്തോഷം എന്നിലും എൻ്റെ ഭവനത്തിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകട്ടെ. അതുകൊണ്ട് വരിഞ്ഞു മുറുകി ടെൻഷൻ അടിച്ച് നടക്കാതെ ഇനിയുള്ള ജീവിതകാലമെങ്കിലും മറ്റൊന്നുമില്ലെങ്കിലും ഒന്ന് സന്തോഷത്തോടെ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും ഈ സന്തോഷ ദിനം മുതൽ, ഇന്ന് മുതൽ ആ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രൈസ്